ഹലോ കൂട്ടുകാരെ, മഴക്കാലമല്ലേ. എല്ലാം മാവേലും എല്ലാത്തിലും ബ്രൂട്ട് പ്ലാന്റിലെല്ലാം നമുക്ക് ബോർഡോ മിശ്രിതം തേക്കാതെ പേസ്റ്റ് രൂപത്തിലാക്കി ബോർഡോ മിശ്രിതം അതിൻ്റെ തണ്ടയിലൊക്കെ തേച്ച് കൊടുക്കുക. കുമിൾ രോഗം ഉണ്ടാകുകയില്ല, പൂപ്പലുണ്ടാകുകയില്ല, ഫംഗസ് രോഗം ഒന്നും ഉണ്ടാകുകയില്ല. ഞങ്ങളിവിടെ എങ്ങനെയാണ് തേക്കുന്നത്? ഫൈട്രോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്നുമാണ്, ബോർഡോ മിശ്രിതമാണ്. അത് പേസ്റ്റ് രൂപത്തിലാക്കി ഞങ്ങൾ മാവേലൊക്കെ പുരട്ടുകയാണ്. പുലാസാന, സപ്പോട്ട ഇതിലൊക്കെ കണ്ടോ തേച്ച് വെച്ചേക്കുന്നുണ്ടോ. നല്ലതാണ്. ഫംഗസ് രോഗമൊന്നും ഉണ്ടാകില്ല, കുമിൾ രോഗം, പൂപ്പലൊന്നും ഉണ്ടാകില്ല. മഴക്കാലമല്ലേ. ഇത് നംഡോക്ക് മാവാണ്. നംഡോക്ക് മാവ് പല സൈസ് മാവ് വെച്ചിട്ടുണ്ട്. എനിക്ക് നംഡോക്ക് മാവാണ് ഏറ്റവും ഇഷ്ടം. അതിനെ ചോദിച്ചാൽ കേട്ടോ, അതിന് കേട് കുറവുണ്ട്. പടാർന്ന് നിൽക്കും, അധികം പൊങ്ങിപ്പോകയില്ല. നമുക്ക് മാങ്ങ ഒക്കെ പറിക്കാൻ എളുപ്പമുണ്ട് കണ്ടോ, അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട്. ഈ ഫൈഡ്രോക്സിലെ ഈ ബോർഡോ മിശ്രിതേ 1 ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി എടുത്ത് കലക്കിയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യുക. ചൂട്ടിൽ ഒഴിക്കാം. 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചൂട്ടിലൊഴിക്കുക, സ്പ്രേ ചെയ്യുക. നമ്മുടെയൊക്കെ മാവ് നല്ല ശേരങ്ങൾ പൊട്ടി പടാർന്ന് പന്തലിച്ചിരിക്കും, പൊക്കമില്ലാതെ കണ്ടോ. ഇതാ ഫൈട്രോക്സ് കണ്ടോ, കോപ്പർ തുശ്ശലായിനി എന്ന് പറയല്ലേ. ഇത് സപ്പോർട്ടാക്കി തേച്ചു. അത് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളത് തേച്ച് കൊടുക്കും, ചീക്ക് രോഗമൊന്നും ഉണ്ടാകാതിരിക്കാൻ. പിന്നെ മൾബറിക്ക്, പാകിസ്ഥാൻ മൾബറിക്കൊക്കെ തേച്ച് പുലാസാനൊക്കെ, ആ മൾബറിക്ക് തേച്ച് പ്രൂണിങ് കഴിഞ്ഞ് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നിറയെ കായുണ്ടായേ. അത് കാണിക്കാതെ ഈ വീഡിയോ തന്നെയുണ്ട്. ഇത് നംഡോക്ക് പാർപ്പിൾ, അതിനും തേച്ചു. അതിൻ്റെ ശേരങ്ങളൊക്കെ പ്രൂണിങ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തുള്ള ശേരങ്ങളൊക്കെ പ്രൂണിങ് ചെയ്തു. കണ്ട പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ തേക്കുക. മറ്റേ 1 ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയും ചൂട്ടിലൊഴിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളങ്ങനെയാണ്. ഇതാ പുലാസൻ ആദ്യത്തെ വർഷം നിറയെ ഉണ്ടാകുന്ന കേടായിരിക്കുമേ. അതിൻ്റെ അകത്തൊന്നും കാണാനില്ല. പിറ്റത്തെ വർഷമൊക്കെ നിറയെ കായ്ക്കും, നല്ല കേടൊന്നും ഇല്ലാതെ. ഇത് മൾബറി, പാകിസ്ഥാൻ മൾബറി എന്ന് പറയും, ബ്രസീലിയൻ മൾബറി എന്ന് പറയും. ഈ മൾബറി ഉണ്ട്, ഞങ്ങൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നിറയെ ഉണ്ടായി. ഇത് പുലാസൻ. നംഡോക്ക് മാവ് കഴിഞ്ഞ വർഷം കായ്ച്ചു, 2 എണ്ണം ഉണ്ടായുള്ളൂ ആദ്യമേ കായ്ച്ചപ്പോഴേ. അപ്പോൾ നല്ല മധുരമുള്ള, നല്ല നീണ്ട, നല്ല മുഴുത്ത മാങ്ങയായിരുന്നു. നല്ല പഴമുള്ള നല്ല മധുരമായിരുന്നു. ഇനി അടുത്ത വർഷം കുറേ കട കായ്ക്കുമായിരിക്കും. നമുക്കൊക്കെ മാവ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ. ഇത് നമുക്ക് ഇലയൊക്കെ മാവില, തളിരയിലെല്ലാം ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കണ്ടിക്കുന്ന പോലെ കണ്ടിക്കും ഒരു ജീവിയെ. അതിന് ഈ ക്യാച്ച് എന്ന് പറഞ്ഞ് ഇത് തളിച്ചാൽ മതി. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി കലക്കി സ്പ്രേ ചെയ്യണം. അത് തളിര് വരുന്നതിനിപ്പുറം തളിരിങ്ങനെ മുട്ടിച്ച് വരുമെന്ന് കാണാല്ലേ, അന്നേരം തളിക്കണം. അപ്പോഴില്ലേ അത് ജീവി വന്ന് കണ്ടിക്കുകയില്ല. ബ്ലേഡ് കണ്ട് കത്രി കണ്ട് കണ്ടിക്കുന്ന പോലെ കണ്ടിച്ച് താഴെ കിടക്കും തളിരിലയെല്ലാം. നമ്മുടെയൊക്കെ മാവിന് അങ്ങനെ തളിരില കണ്ടിക്കുന്നത് തീരെ കുറവാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. കണ്ടോ തളിരില കിടക്കുന്നുണ്ടോ, കണ്ടിച്ച് രാവിലെ വരുമ്പം കാണാം.
സിന്ദൂരമാവിനാണ് ഏറ്റവും കൂടുതൽ, ഇത് സിന്ദൂരമാവാണ് ഏറ്റവും കൂടുതൽ തളിരയില കണ്ടിക്കുന്നത് ഇതിലാണ്, ഈ മാവിലെയാണ്. അതെന്നാന്ന് അറിയത്തില്ല. കലാപ്പാടി മാവുണ്ട്, കല്ലുകെട്ടി മാവ്. ഇതാ ഞാൻ പറഞ്ഞ മൾബറി കണ്ടോ, പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡർ മിശ്രിതവും തേച്ച് കണ്ടോ, ഇഷ്ടം പോലെ നിറയെ കായായി. കണ്ടോ ബ്രസീലിയൻ മൾബറി, നല്ല മധുരമുള്ള കായുണ്ട് തിന്നാൻ. അത് വെട്ടിക്കളഞ്ഞ് നിലത്ത് കിടക്കുന്ന നേരം വരെ തളിർത്ത കായുണ്ടായി. കണ്ടോ വെട്ടിക്കളഞ്ഞ് നിലത്ത് കിടക്കുന്നത്, നട്ടാലും പിടിക്കും. വെട്ടിക്കളഞ്ഞ കമ്പയിൽ എല്ലാം കണ്ടോ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത്